ഇത് 2016 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2017 മോഡലാണ്. ZXi ഓട്ടോമാറ്റിക്. ഇത് സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡൽ. ഇത് 2015 മോഡലാണ്. VXi ആണ്. 2019 മോഡലാണ്. RXT മാനുവൽ ആണ്. ഇത് 2019 മോഡലാണ്. VDI ഓട്ടോമാറ്റിക്. ഇത് 2018 മോഡലാണ്. V വേരിയന്റ് ആണ്. i20 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. 2023 മോഡലാണ്. ഇത് 2020 മോഡലാണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇത് നാനോ ട്വിസ്റ്റ് ആണ്. XT എന്ന് പറയുന്ന വേരിയന്റ് 2015 മോഡലാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഒരിക്കലും ചീപ്പ് പ്രൈസിൽ കിട്ടില്ല. നല്ല ചീപ്പ് പ്രൈസിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റിയും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, നിങ്ങൾ നല്ലൊരു യൂസ്ഡ് കാർ നോക്കുന്നവരാണെങ്കിൽ, അത് നല്ല ക്വാളിറ്റി ഉള്ള യൂസ്ഡ് കാറുകൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നൊരു ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. നല്ല വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്കാണ് ജൂൺ മാസം കയറിയിട്ടുള്ളത്. അതും മാരുതി വാഹനങ്ങൾ മാത്രമല്ല, അതർ ബ്രാൻഡ് വാഹനങ്ങൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും വാറണ്ടി ഉണ്ട് കേട്ടോ. മാരുതി ട്രൂ വാല്യൂ ഷോറൂം ആണെങ്കിൽ കൂടി മാരുതി വാഹനങ്ങൾക്ക് മാത്രമല്ല, എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങൾക്കും ഇവിടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാരുതി വാഹനങ്ങളാണെങ്കിൽ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് ആണെങ്കിൽ നമുക്ക് വാറണ്ടിയുടെ കൂടെ 3 ഫ്രീ സർവീസും കിട്ടും. ആ ഒരു വാറണ്ടിയും 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏതും മാരുതിയുടെ സർവീസ് സെന്ററിൽ നമുക്ക് പോകാം. അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ആളുകൾ പറയും ട്രൂ വാല്യൂ ഷോറൂമുകളിൽ വില കൂടുതലാണ്. ആ വില കൂടുതൽ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു വാഹനം ഇവിടെ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സ്പ്രസ് വാഹനം നിങ്ങൾ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന പ്രൈസിനേക്കാൾ കുറവിൽ ഒരു 30,000 20,000 ഒക്കെ കുറവിൽ ചിലപ്പോൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഷോറൂമുകളിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ ഒരു വാഹനം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ആ വാഹനം എടുത്തിട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള അപാകതകളും പരിഹരിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് സർട്ടിഫൈഡ് വാഹനങ്ങളായിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അതായത് വാറണ്ടിയും 3 ഫ്രീ സർവീസ് കാണാനൊക്കെ കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു ഷോറൂമിലും മാത്രമല്ല, ഓൾ ഇന്ത്യ ഏതും മാരുതി സർവീസ് സെൻ്ററിൽ നമുക്ക് പോകാനും പറ്റും. അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാം. ഏകദേശം നമുക്ക് 1 ലക്ഷം രൂപ മുതലാണ് പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാൻ നോക്കുന്നവർക്ക് തുടങ്ങിയിട്ട് അത്യാവശ്യം എല്ലാത്തരം നല്ല വാഹനങ്ങളും നിലവിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇവരുടെ ഷോറൂമിൽ ഏകദേശം 100ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഇവിടെ യാർഡിലായിട്ട് ഉണ്ട്. പക്ഷേ എറണാകുളം ജില്ലയിൽ മാത്രം ഒരു 350ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് ഇവരുടെ ലിസ്റ്റിൽ എപ്പോഴും ഉണ്ടാവും. കാരണം പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഡീലർമാർ നടത്തുന്ന ഒരു ഷോറൂമാണ്. അതിൻ്റേതായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. വാഹനങ്ങൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ ഇവിടുന്ന് എടുക്കാൻ താല്പര്യമില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങളുടെ വാഹനങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് പർച്ചേസും ഉണ്ട്. ഇവർക്ക് ഡയറക്റ്റ് നമുക്ക് വാഹനങ്ങൾ കൊടുക്കാനും സാധിക്കും. എല്ലാത്തരം കാര്യങ്ങളും ഇവർ തന്നെ നോക്കിയിട്ട് പേപ്പേഴ്സും കാണാനെല്ലാം ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും. കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആലുവ ഭാഗത്ത് നിന്ന് പാലാരിവട്ടം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. റെനെ മെഡിസിറ്റി ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മെയിൻ ഹൈവേയിൽ തന്നെയാണ്. വരാൻ പറ്റുന്നവർ വരിക. കൂടുതലൊന്നും പറയുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു ചെറുവാഹനം അതും ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് മാരുതി ഓൾട്ടോ കേട്ടൺ. ഇതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 345 VXi ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ആണ്. VXi ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. 85% വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ മാസം ചെറിയ EMI നമുക്ക് സ്വന്തമാക്കാൻ പറ്റൂലേ? നിങ്ങളൊരു മൈലേജ് സെഗ്മെന്റ് വാഹനമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് മാരുതി സെലീരിയോ, ഈ ഒരു ഫേസിൽ വരുന്ന വാഹനം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2017 മോഡലാണ്. ZXi ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പിൽ 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവറാണ്. പ്രൈസ് വരുന്നത് 355. 3,50,000 രൂപ അല്ലേ? ഇതിൽ നമുക്കൊരു 50,000 ഡൗൺ പേയ്മെന്റ് ബാക്കി 3 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങളൊരു മീഡിയം ബഡ്ജറ്റിൽ മാരുതി വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഈ ഒരു വാഗനർ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2015 മോഡലാണ്. VXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 355. VXiയിൽ 4 ഡോർ പവർ വിൻഡോ സെന്ററിലൊക്കെ അയാളൊക്കെ വരുന്നുണ്ടല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? കംപ്ലൈന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണല്ലേ? മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ജൂൺ മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡൽ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. കിലോമീറ്റർ ഒരു 48,000 റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. VXiയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിറർ വരും. പിന്നെ കമ്പനി സ്റ്റീരിയോ, സീറ്റ് കവർ ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും VXiയിൽ വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിംഗും അഡ്ജസ്റ്റബിൾ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? പ്രൈസ് വരുന്നത് 6,50,000.
6,05,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാണാനൊക്കെ നെഗോഷ്യബിൾ അല്ലേ പ്രൈസ്? ഓക്കെ. നമുക്ക് വാറണ്ടി ഉണ്ടോ? വാറണ്ടി നമുക്ക് 6 months വരുന്നുണ്ട്. 6 months ഓൾ ഇന്ത്യ മാരുതി വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. അതും ഓൾ ഇന്ത്യ, ഇത് മാരുതി സർവീസ് സെന്ററിൽ കിട്ടും. മാരുതിയുടെ ഔട്ട്ലെറ്റിൽ വേണമെങ്കിൽ സർവീസ് സെന്ററിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ വാഗണർ. ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2013 മോഡലാണ്. VXI സെക്കൻഡ് ഓണർഷിപ്പിൽ 95,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പ്രൈസ് വരുന്നത് 2,40,000. 2,40,000 രൂപ. അത് VXI അല്ലേ വേരിയന്റ് വരുന്നത്? VXI ആണ്. 4 പവർ വിൻഡോ സെന്ററിലൊക്കെ ആളൊക്കെ വരുന്നുണ്ടല്ലേ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 2,40,000. 2,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു 2.5 years വരെ ലോൺ ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റും. 85% ഫണ്ടിങ് ഉണ്ട്. ഒരു മീഡിയം ബജറ്റിൽ നല്ലൊരു വാഗണർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഗണറാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതും 60,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെറിയൊരു EMI സ്വന്തമാക്കാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് വാഗണർ VXI ആണ്. 2016 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവർ ആണ് കിടക്കുന്നത്. പ്രൈസ് വരുന്നത് 3,35,000 രൂപ. 3,35,000. നമുക്ക് 85-90% വരെ ലോൺ ചെയ്യാൻ പറ്റും. കസ്റ്റമർ അങ്ങനെയാണെങ്കിൽ നമുക്ക് 60,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ വരെ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റെനോൾട്ടിന്റെ ട്രൈബർ പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2019 മോഡലാണ്. RXT മാനുവൽ ആണ്. മിഡിൽ വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിലവിൽ 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. 1 year വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 1 year വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാനും കഴിയും. അപ്പോൾ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,95,000 4,95,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല? ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട് അല്ലേ? മീഡിയം ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനങ്ങളൊന്നാണ് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് i10. നല്ലൊരു വാഹനമാണ് ഈ ഒരു ജൂൺ മാസം സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് ആണ്. ആസ്റ്റ പെട്രോള്. തേർഡ് ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡിൽ വരുന്നില്ലേ? വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇൻഷുറൻസും ബാക്കി പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അതെ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? പ്രൈസ് വരുന്നത് 2,80,000. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ലോൺ നമുക്കൊരു 3 കൊല്ലം വരെ ചെയ്യാം. 3 കൊല്ലം വരെ ലോൺ ചെയ്യാം. 85% ഫണ്ടിങ്ങും ചെയ്യാം. ഫണ്ടിങ് ഉണ്ട്. നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ അതും ഓട്ടോമാറ്റിക് ഡീസൽ നോക്കുന്നവരാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. മാരുതി ബ്രസയാണ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2019 മോഡലാണ്. VDI ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ് 1,10,000 ഓടിയേക്കണത്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവർ ആണ്. പിന്നെ 1 year വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചെക്ക് പോയിന്റുകളും പാസ്സായാലാണ് 1 year വാറണ്ടി ഇവർ കൊടുക്കുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,80,000. 7,80,000. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കൊടുക്കേണ്ടി വരും? ഒരു 80 to 1 രൂപ റേഞ്ചിൽ അടച്ചു കഴിഞ്ഞാൽ, അതായത് സിംഗിൾ ഓണർഷിപ്പ് 1,10,000 ഓടിയേക്കണത്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവർ ആണ്. പിന്നെ 1 year വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചെക്ക് പോയിന്റുകളും പാസ്സായാലാണ് 1 year വാറണ്ടി ഇവർ കൊടുക്കുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,80,000. 7,80,000. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കൊടുക്കേണ്ടി വരും? ഒരു 80 to 1 രൂപ റേഞ്ചിൽ അടച്ചു കഴിഞ്ഞാൽ, അതായത് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 90% വരെ ചെയ്യാം. അല്ലെങ്കിലും 80 എന്തായാലും ചെയ്യാൻ പറ്റും. ഇത് ഹോണ്ട കമ്പനിയുടെ ജാസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് 2018 മോഡലാണ്. V വേരിയന്റ് ആണ്. CVT, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല. ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,55,000. 5,55,000. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. CVT, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല. ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,55,000. 5,55,000. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം സേഫ്റ്റിയും അതുപോലെ തന്നെ ലുക്കും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കി ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഹ്യുണ്ടായി കമ്പനിയുടെ i20. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് i20 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. 2023 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവർ ആണ്. ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആണോ? സെക്കൻഡ് ലാസ്റ്റ് വേരിയന്റ്, അതായത് ഇതിന് മേളിൽ ആസ്റ്റയും കൂടി വരും. ആസ്റ്റ ഉണ്ട്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,15,000. 7,15,000. ഒരു 1 year വാറണ്ടി ഉള്ള വണ്ടിയാണ്. 1 വർഷം വാറണ്ടി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. നല്ല ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ്ഡ് കാർ മേഖലയിൽ ടാറ്റ വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായുള്ള വാഹനമാണ് ടാറ്റയുടെ ടിയാഗോ. ഒരു ചെറുവാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2020 മോഡലാണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. XZ+. സിംഗിൾ ഓണർഷിപ്പ് 54,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവർ ഉണ്ട്. 1 year വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 വർഷം വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി കണക്ക് കിട്ടുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വിത്ത് അലോയ് വീൽ അടക്കം വരുന്ന വാഹനം തന്നെയാണ്.
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് പ്രൈസ് വരുന്നത് 4,55,000. 4,55. ലോൺ ചെയ്യുമ്പോൾ നമുക്കൊരു 80-85% ചെയ്യാൻ പറ്റും. ഒരു 60,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ വണ്ടി നമുക്ക് ഇറക്കാം അല്ലേ? ഓക്കെ. SUV സെഗ്മെന്റ് വാഹനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്നതും വാങ്ങുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കിയയുടെ സെൽറ്റോസ് ആണ് നമ്മുടെ ഈ ഒരു ജൂൺ മാസം സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2022 മോഡലാണ്, പെട്രോളാണ്. സിംഗിൾ ഓണർഷിപ്പ് 44,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് ഈ ഒരു സെൽറ്റോസ് എന്ന് പറയുന്നത്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 9,55,000. 9,55. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് വാറണ്ടി എടുക്കാൻ പറ്റുമോ? 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടില്ലാതെ എടുക്കാൻ പറ്റും. റൂവാല് ഷോറൂമായിട്ട് പോലും അതർ ബ്രാൻഡ് വാഹനത്തിന് വാറണ്ടി ഉണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രമാണ്. സെഡാൻ സെഗ്മെന്റ് വാഹനം നോക്കുന്നവർക്ക് മാരുതി ഡിസയർ ആണ് ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങളൊന്നും പറയാൻ പറ്റുന്നത്. അപ്പോൾ നല്ലൊരു വാഹനമാണ് ഈ മാസം ജൂൺ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2017 മോഡലാണ് ZXi ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് 44,000 കിലോമീറ്ററാണ് ഓടിയേക്കണ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ ഒരു ZXi വരുന്നില്ലേ? ZXi എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,80,000. 5,80. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ നമുക്കൊരു 80-85% ചെയ്യാൻ പറ്റും. അതായത് ഒരു 80 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റും. വണ്ടി ഇറക്കാൻ പറ്റും. ബജറ്റിൽ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ടാറ്റയുടെ നാനോ നല്ലൊരു വാഹനമാണ് ഈ ഒരു മാസം വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് നാനോ ട്വിസ്റ്റ് ആണ്. XT എന്ന് പറയുന്ന വേരിയന്റ്. 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫുൾ കവറാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 1,10,000. 1,10 ചോദിക്കുന്ന പ്രൈസ്. ഇത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനമാണ് നോക്കുന്നെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ് ഈ മാസം സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2012 മോഡൽ VXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 94,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പ്രൈസ് വരുന്നത് 3,10. 3,10,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് പെട്രോൾ മാനുവൽ ആണ്. VXi മിഡിൽ ഓപ്ഷൻ അല്ലേ? അതെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 1.5 ഇയർ ആയിരിക്കും ലോൺ ചെയ്യാൻ പറ്റുക. ഡൗൺ പേയ്മെന്റ് ഒരു 80-80,000 റേഞ്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ലോൺ ചെയ്യാൻ പറ്റും. ഇത് Hyundai കമ്പനിയുടെ i20 ആക്റ്റീവ് ആണ്. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് i20 ആക്റ്റീവ് സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. 2015 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ 53,000 കിലോമീറ്റർ ഓടിയേക്കണു. നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ് കിടക്കുന്നത്. ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്ക് 4,36 വരും. 4,36,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. ഇത് സ്പോർട്സ് ആണ് വേരിയന്റ്. സ്പോർട്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് സ്പോർട്സിൽ വരുന്നുണ്ടല്ലേ? അതെ. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് ഓൾട്ടോ 800 LXi ആണ് വേരിയന്റ് വരുന്നത്. 2013 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർ 48,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്കും 2,10 വരും. 2,10,000 രൂപ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 2 വർഷം ഫിനാൻസ് ചെയ്യാം. 2 വർഷം ഫിനാൻസ് ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ചെറിയ EMI നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനമാണ്. ചെറുവാഹനങ്ങൾ നോക്കുന്നവരുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ മാരുതി എക്സ്പ്രസ് എന്ന് പറയുന്നത്. പുതിയത് കിട്ടാനില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിർത്തിയെന്നാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പുതിയ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള അതുപോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 മോഡല് എക്സ്പ്രസോ VXi പ്ലസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വന്നത്. സിംഗിൾ ഓണർ വണ്ടി 46,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസിലാണ് കിടക്കുന്നത്. വണ്ടിക്ക് 1 കൊല്ലം വാറണ്ടി ഉണ്ട്. ഈ ഒരു വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രൈസും കാണുന്നതായിട്ടില്ല, കാരണം പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. സെക്കൻഡ് ജനറേഷൻ വാഹനങ്ങൾ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് സ്വിഫ്റ്റ് VXi ആണ്. 2011 മോഡൽ സെക്കൻഡ് ഓണർ 85,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി. നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന്റെ പേപ്പേഴ്സ് കാണാൻ ക്ലിയർ അല്ലേ? അതെ, എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഇത് പർച്ചേസ് കണ്ടീഷൻ ആണ്, പ്രൈസ് ആയിട്ടില്ല. നിങ്ങൾക്ക് പ്രൈസും കാണാനൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ABS, എയർബാഗ്, പാർക്കിംഗ് സെൻസർ എന്നിങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് അടക്കം വരുന്ന മാരുതി ഓൾട്ടോ 800 ലാസ്റ്റ് ഫേസിലുള്ള വാഹനമാണ് ഇപ്പോൾ സെയിലിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് ഓൾട്ടോ 800 LXi ആണ് വേരിയന്റ് വന്നത്. 2020 മോഡൽ സെക്കൻഡ് ഓണർ 40,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. നിലവിൽ 2027 5-ാം മാസം വരെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 കൊല്ലം വാറണ്ടി ഉള്ള വണ്ടിയാണ്. റേറ്റ് വരുമ്പോഴത്തേക്കും 3,40 വരും. 3,40,000 രൂപ. വാറണ്ടി നമുക്ക് എത്ര വരുന്നത്? വാറണ്ടി 1 കൊല്ലം വാറണ്ടി ഉണ്ട്. 1 കൊല്ലം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒരുപാട് ചെക്ക് പോയിന്റ് പാസ്സായാലാണ് വാറണ്ടി കിട്ടുക. ഹാച്ച്ബാക്ക് വാഹനം നോക്കുന്നവരുടെ ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങളെന്നാണ് ടൊയോട്ടയുടെ ഗ്ലാൻസ. നല്ലൊരു വാഹനമാണ് ജൂൺ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് അതിന് തന്നെ. ഇത് ഗ്ലാൻസ G വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2022 സെക്കൻഡ് ഓണർ 35,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസിലാണ് കിടക്കുന്നത്. വണ്ടിക്ക് 1 കൊല്ലം വാറണ്ടി ഉണ്ട്. റേറ്റ് വരുമ്പോഴത്തേക്ക് 7,90 വരും. 7,90,000 രൂപ. നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രൊഫൈൽ
90% വരെയും ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ ബലേനോ ഈ ഒരു ഫേസിൽ വരുന്ന വാഹനത്തിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. കാരണം ഇപ്പോഴും ആളുകൾ ഈ ഒരു ഫേസ് തിരഞ്ഞ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് ഇത് ബലീനോ സീറ്റ് ആണ് വരുന്നത്. 2019 മോഡൽ സിംഗിൾ ഓണർ, 49,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി. നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസിലാണ് കിടക്കുന്നത്. 6 മാസം ഓൾ ഇന്ത്യ മാരുതിയുടെ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും. റേറ്റ് വരുമ്പോഴത്തേക്ക് 6,20 വരും. 6,20,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂലേ? അതെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം.